പ്ലസ് ടുവിൽ എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാം തീരുന്ന തലേ ദിവസം വരെ നമ്മൾ എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കറക്റ്റാക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതേവരെ വന്ന വീഡിയോസിലെല്ലാം ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്തത് ഓർഗാനിക് എന്ന് തന്നെയാണ്. ആദ്യത്തെ ചാപ്റ്റർ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ, ഈ ഓർഗാനിക്കിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഓർഗാനിക്ക് നമുക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓർഗാനിക്കിൽ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതെങ്കിലും ഒരു നെയിംഡ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ നെയിംഡ് റിയാക്ഷൻ എന്താണെന്നും പറഞ്ഞ് അത് ഭയങ്കര റെയറാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് അത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അങ്ങനെ നമുക്ക് ചോദിക്കത്തുള്ളൂ. അതായത് ഒരു റിയാക്ഷൻ, ഇപ്പോൾ നമ്മൾ റെയ്മർ-തേയ്മാൻ റിയാക്ഷൻ, അല്ലെങ്കിൽ കോപ്സ് ഇലക്ട്രോളിസിസ്, അല്ലെങ്കിൽ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, അല്ലെങ്കിൽ സ്റ്റീഫൻസ് റിയാക്ഷൻ, അല്ലെങ്കിൽ കെന്നിസാരോ റിയാക്ഷൻ, ഹെൽ-വോൾഹാഡ്-സലൻസ് HBFED റിയാക്ഷൻ, അങ്ങനൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് ചോദിക്കാറുണ്ട്. അത് നെയിംഡ് റിയാക്ഷൻ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു സെക്ഷൻ നമുക്കുണ്ട്. അത് പക്ഷേ ഒരുപാട് വട്ടം ചോദിക്കുന്നൊരു സെക്ഷനൊന്നും അല്ല, പക്ഷേ അങ്ങനെയുള്ള നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സെക്ഷനാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇവിടെ അവർ പ്രത്യേകിച്ച് എടുത്ത് പറയില്ല ഇതാണ് റിയാക്ഷൻ, ഹെൽ-വോൾഹാഡ്-സലൻസ്കി റിയാക്ഷനാണ്, റെയ്മർ-തേയ്മാൻ റിയാക്ഷനാണ്, കോപ്സ് റിയാക്ഷനാണ്, ഗട്ടർമാൻ കോച്ച് റിയാക്ഷനാണ്, അങ്ങനെ അവർ എടുത്ത് പറയില്ല. അതിന് പകരം അവർ ജസ്റ്റ് ആ റിയാക്ഷൻ മാത്രം തരും. പ്രോഡക്റ്റ് നിങ്ങളെടുത്ത് ഫില്ല് ചെയ്യാൻ പറയും. ഈ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ ഒരു രീതി വെച്ചിട്ട് തന്നെയാണ് അവർ കൺവേർഷൻസ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഓർഗാനിക്കിൽ നിങ്ങൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്, കാണാതെ പഠിക്കുക അല്ല നമ്മൾ ഓർഗാനിക് ചെയ്യേണ്ടത്. ഇനിയെങ്കിലും ഈ 7 ദിവസം കൊണ്ട് നമ്മൾ ഒരു വർഷത്തെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടും പഠിക്കാൻ പോവുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഓർഗാനിക് ഒരിക്കലും കാണാതെ പഠിക്കരുത്. ജസ്റ്റ് ഒരു ആളെ തന്നു കഴിഞ്ഞാൽ അയാൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് മാറ്റം വരുത്തണം, ഞാൻ എടുത്തേക്കുന്ന റിയാക്റ്റൻറ്റിൽ ഇയാൾ വരുമ്പോൾ ഞാൻ എന്ത് മാറ്റം വരുത്തണം എന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഗാനിക്കിൽ ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പഠിക്കാതെ കാണാതെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഓർഗാനിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കുക. ഇത് വരുമ്പോൾ ഇത് ചെയ്യണം, ഇത് വരുമ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഇതിനെ കൊടുക്കണം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ചാപ്റ്ററാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും, രണ്ടാമത്തെ ചാപ്റ്റർ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്. ഈ 2 ചാപ്റ്ററുമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡും അമീൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസിലോട്ട് പോകും. ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും ആദ്യം കുറച്ച് റിയേജൻസിനെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. അതിൽ ഒന്നാമത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലബ്ബ് ചെയ്ത് പഠിക്കാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സിലത് എടുത്തത് തന്നെയാണ് ആ 2 റിയേജൻറ്റ്. ഒന്നാമത്തെ റിയേജൻറ്റ് ആൽക്കഹോളിക് KOH, ദെൻ അക്വസ് KOH. ഇവിടെ രണ്ടുപേരുമാണ് ആദ്യത്തെ റിയേജൻറ്റ്, ആൽക്കഹോളിക് KOHും അക്വസ് KOH. ഈ ആൽക്കഹോളിക് KOH ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻ്റ് ആണ്. അതിന് റീസൺ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റൂള് വരുന്നുണ്ട്. റൂളിൻ്റെ പേര് സെയ്റ്റ്സ് ഓഫ് റൂൾ എന്നാണ്. അപ്പോൾ ഈ റൂള് മാത്രമായിട്ട് നമുക്ക് പല വർഷങ്ങളിലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റൂള് മാത്രമായിട്ട് അതല്ല, ഒരു റിയാക്ഷൻ ഉണ്ട്. ആൽക്കഹോളിക് KOHന് റിയാക്ഷൻ തന്നിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് എഴുതാൻ പറയും. ഇത് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതിയെന്ന് ചോദിക്കും. ആ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അങ്ങനെയും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. റൂള് പറയാതെ റൂൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. എന്തോ ആയാലും ഇത്രയും മാത്രം മനസ്സിലാക്കുക. ആൽക്കഹോളിക് KOH, അക്വസ് KOH രണ്ടും വന്നാൽ CH3 CH2Cl, ഈ ചുമയ്ക്കുന്നതുകൊണ്ട് സോറി കേട്ടോ, CH3 CH2Cl. ഈ കേസിൽ ഞാൻ ആൽക്കഹോളിക് KOH എടുക്കുന്നു. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. അത് അപ്ലോഡ് ചെയ്തതിൻ്റെ താരം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, സാർ ഞങ്ങൾക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് വേണം, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് റിപ്ലൈ തരാഞ്ഞത്. ഇപ്പം നമ്മൾ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്ത് തന്നിട്ടുണ്ട്. അതിനൊക്കെ ആൽക്കഹോൾസും, ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്. ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് hss.live എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, ജസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് കോൺഫിഡൻസ് വരുത്തുക. ഇപ്പം വെള്ളിയാണ് എക്സാം എങ്കിൽ തിങ്കളാഴ്ച നിങ്ങൾ എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഓർഗാനിക്കിൻ്റെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചാപ്റ്റർ ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും പഠിക്കുക, ഫുൾ പഠിക്കുക. ഈ വീഡിയോ കണ്ട് ഇന്നതൊക്കെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് hss.live കിട്ടും. കയറിയിട്ട് ആ ക്വസ്റ്റ്യൻ എടുക്കുക, വർക്കൗട്ട് ചെയ്യും.
മാറ്റി വെക്കുക. പിന്നെ അത് പഠിക്കണ്ട, കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ എടുക്കുക, പഠിക്കുക. ആദ്യം ഇത് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, കഴിഞ്ഞു, മാറ്റുക. പഠിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും പഠിച്ചാൽ ഞാൻ മതി, ഇത്രയും പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും. അത് ഈ വീഡിയോയിലെല്ലാം ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം. അപ്പം ആൽക്കഹോളിക് KOH ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ആൽക്കഹോളിക് KOH ആണ് തരുന്നതെങ്കിൽ ജസ്റ്റ് ഹാലജനെ മാറ്റുക. ഓക്കെ, ഏതാണ് ഹാലജൻ? Cl ആണ്. ഏതാണോ തന്നിരിക്കുന്ന ഹാലജൻ അതിനെ മാറ്റുക. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനെയും കൂടെ മാറ്റുക. ഇവിടുന്ന് ഹാലജനെ മാറ്റുക. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, അപ്പോൾ ഇവിടെ എന്തായി? CH2 ആയി. ഇവിടുന്ന് Cl പോയി, അപ്പോൾ അവിടെയും CH2 ആയി. രണ്ട് പേർക്ക് ഇടയ്ക്ക് ഓരോരുത്തർ പോയതുകൊണ്ട് ഏത് ബോണ്ട് കൊടുക്കുക? ഡബിൾ ബോണ്ട് കൊടുക്കുക. ഈ പ്രോസസ്സിനെ നമ്മളൊരു പേര് വിളിക്കും. അതാണ് മെയിനായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ, അതിനെ നമ്മൾ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നതിന് ആൽഫ എന്ന് വിളിക്കും. അപ്പം ആൽക്കഹോളിക് KOH ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഹാലജനെ കളയണം. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനെയും കൂടെ കളയണം. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ നിന്ന് കളയരുത്, അതിന് തൊട്ടടുത്ത കാർബണിൽ നിന്ന് കളയണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നുണ്ട്, ബീറ്റ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നുണ്ട്. ഇതിനെ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഹൈഡ്രജനും ഹാലജനും പോകുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ ഹാലജൻ ക്ലോറിനാണ്. ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനോ അയോഡിനോ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വിളിക്കാറുണ്ട്. ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. CH3 CH2 CH2 Br. ഓക്കെ, പ്ലസ് ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH കൊണ്ടാൽ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്. ഹാലജൻ പോവും. ഹാലജൻ ഇതാണ്, ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. ഇതാണ് ഹൈഡ്രജൻ പോകുന്ന സ്ഥലം. ബാക്കിയൊന്ന് പറഞ്ഞേ. CH3 അങ്ങനെ തന്നെ മാറ്റമൊന്നുമില്ല. സിംഗിൾ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കരുത്, കാരണം പോകുന്ന ആൾക്കാർക്കിടയിൽ കൊടുക്കാവും. ഇവിടുന്നുമാണ് പോകുന്നത്, അപ്പോൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, CH2 ആണ്, ഒരു H പോകുമ്പോൾ CH ആവും. ദെൻ ഡബിൾ ബോണ്ട് CH2. പോകുന്ന ആരൊക്കെ? H-ഉം Br-ഉം ആണ്. അപ്പോൾ എന്തും കൂടെ കിട്ടും? HBr. ഇവിടെ പോകുന്ന ആരൊക്കെ? H-ഉം Cl-ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കിട്ടും? HCl. ഇതാണ് ആൽക്കഹോളിക് KOH. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വേറൊന്നും പഠിക്കരുത്, കാണാതൊന്നും പഠിക്കരുത്. ആൽക്കഹോളിക് KOH ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് വരുന്നതെങ്കിൽ ഹാലജൻ കാണും, അതിനെ മാറ്റുക. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനെയും കൂടെ മാറ്റുക. എന്നിട്ട് ആ രണ്ട് ആൾക്കാർക്കിടയിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. ആ പോകുന്ന ഹൈഡ്രജനെ ഹാലജനെയും ചേർത്ത് എഴുതുക. അത് ബൈ പ്രൊഡക്റ്റ് ആണ്. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതാണ് ആൽക്കഹോളിക് KOH. ഇവിടെ നമുക്കൊരു റൂള് വരുന്നുണ്ട്. ആ റൂള് ഞാൻ അത് ഇങ്ങോട്ട് എഴുതാം, നോക്കിക്കോളാം. CH3 CHBr സിംഗിൾ ബോണ്ട് CH2 CH3 ആൽക്കഹോളിക് KOH. ഇവിടെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൽക്കഹോളിക് KOH ആണ് വരുന്നതെങ്കിൽ ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ കൂടെ പോവും. ഹാലജൻ, ഇതാണ് ഹാലജൻ. ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ഇതാണ്, അതിനെ തൊട്ടടുത്ത്. ഇതും തൊട്ടടുത്തതാണ്, ഇതും തൊട്ടടുത്തതാണ്. അപ്പോൾ ഇവിടുന്നും പോവാം, ഇവിടുന്നും പോവാം. ഞാനിതിനെ 1 പറയുന്നു, ഇതിനെ 2 പറയുന്നു, അല്ലേ? ആ ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ അത് CH ആണ്. അതാണ് ഈ കാർബണാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ കാർബൺ സ്ക്വയർ വരച്ചേക്കുന്ന കാർബണിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത്, അതുമായിട്ട് ബോണ്ട് ഫോം ചെയ്തേക്കുന്നതാണ് തൊട്ടടുത്തെന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തേക്കുന്ന ഇയാളാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരെണ്ണമേ ഉള്ളൂ, ഇവിടെയും തൊട്ടടുത്ത് ഒരെണ്ണമേ ഉള്ളൂ. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് 2 എണ്ണമുണ്ട്. അങ്ങനെ 2 എണ്ണം വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇവിടുന്ന് കളയണോ, ഇവിടുന്ന് കളയണോ? രണ്ടിടത്തു നിന്നും കളയണം. 2 പ്രൊഡക്റ്റ് നമുക്കുണ്ടാവും, അത് മസ്റ്റാണ്. ആദ്യം ഞാൻ ഇവിടുന്ന് കളയാം, 1 നിന്ന് കളയാം. അപ്പം ഞാൻ 1 നിന്ന് കളയുന്നതാണ് പ്രൊഡക്റ്റ് എഴുതുന്നത്. 1 നിന്ന് കളയാം. ഇത് 2 നിന്ന് കളയുന്നതാണ് കേട്ടോ. അപ്പം 1 നിന്ന് കളഞ്ഞെന്ന് പറഞ്ഞ് 1 നിന്ന് എങ്ങനെ കളയുന്ന? ഇവിടുന്ന് H പോവും, ഇവിടുന്ന് Br പോവും. ഇവിടെയും പോയതുകൊണ്ട് ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് ആവും. ഒന്ന് പറഞ്ഞേ. ആണ്ട CH2 CH3 എന്ന് H പോകുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH Br പോയി. മറ്റേത് അങ്ങനെ തന്നെ CH2 CH3. ഇത് 1, ഇത് 2. രണ്ടാമത്തെ കാർബണിൽ നിന്ന് പോകത്തില്ല, ഒന്നാമത്തെ കാർബണിൽ നിന്ന് പോകുന്നു. ഇനി രണ്ടാമത്തെ കാർബണിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഇവിടുന്ന് പോകത്തില്ല, ഇവിടുന്ന് ആയിരിക്കും പോകുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് ആവും.
CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 കാണാം. 2 പ്രൊഡക്റ്റ്. ഈ 2 പ്രൊഡക്റ്റ് കിട്ടുന്ന കേസിൽ ഒരെണ്ണം മേജറും ഒരെണ്ണം മൈനറും ആയിരിക്കും. അത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, മറ്റേ മാർക്കോണിക്സ് ഓഫ് റൂൾ, ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂൾ. അവിടെ 2 എണ്ണമാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അതിലൊന്ന് മേജറും ഒന്ന് മൈനറും ആയിരിക്കും. ഇതിൽ ഏത് മേജർ ഏത് മൈനർ, അതാണ് നമ്മുടെ കൺഫ്യൂഷൻ. ഏതാണ് മേജർ ഏതാണ് മൈനർ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CH3 CHBr പോയി 2 പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി, ഇവിടുന്ന് പോകുന്ന കിട്ടി. ഇതിൽ ഏത് മേജർ ഏത് മൈനർ എന്ന് പറയുന്ന റൂളാണ് സൈഡ്സ് ഓഫ് റൂൾ. അത് 3-4 രീതിയിൽ അവർ സ്പെല്ലിംഗ് എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതാറുണ്ട് ചിലരൊക്കെ, സൈഡ്സ് ഇങ്ങനെ എഴുതാറുണ്ട്, ചിലർ ഇങ്ങനെ എഴുതാറുണ്ട് സൈഡ്സ് ഓഫ്. എങ്ങനെ ആയാലും റൂൾ സെയിം ആണ്, സൈഡ്സ് ഓഫ് റൂൾ. റൂൾ എന്താണെന്ന് ഞാൻ പറയാം. സൈഡ്സ് ഓഫ് റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: ഏത് കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് കൂടുതൽ കാർബൺ വരുന്നത് അവിടെ നിന്ന് പോകുന്നതായിരിക്കും മേജർ. ഇവിടെ നോക്കേ, ഇവിടെ നിന്നും പോകാം ഹൈഡ്രജൻ, ഇവിടെ നിന്നും പോവാം. ഇവിടെ ഇനി കാർബൺ ഇല്ല, പക്ഷെ ഇവിടെ ഇനി ഒരു കാർബണും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഏത് ഹൈഡ്രജൻ പോകുന്ന സ്ഥലത്താണോ കൂടുതൽ കാർബൺ വരുന്നത്, ഇവിടെ അല്ലേ കൂടുതൽ കാർബൺ വരുന്നത്, ഒരു കാർബൺ എക്സ്ട്രാ ഉണ്ട്. ഇവിടെ കാർബൺ ഇല്ല, അവിടെ നിന്ന് പോകുന്നതായിരിക്കും മേജർ. അതായത് 2 പറയുന്ന സൈഡിൽ ഇനിയും കാർബൺസ് വരുന്നുണ്ട്, കൂടുതൽ കാർബൺ വരുന്നത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്തതിൽ എവിടെയാണോ കൂടുതൽ കാർബൺ വരുന്ന സൈഡ് അവിടുന്ന് പോകുന്നതായിരിക്കും മേജർ. ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെ 2 കാർബൺ ഉണ്ട്, ഒരു കാർബണേ ഉള്ളൂ. ഇതാണ് കൂടുതൽ കാർബൺ വരുന്ന സൈഡ്, അപ്പോൾ അതായിരിക്കും മേജർ. അപ്പോൾ ഇത് 2ൽ നിന്ന് പോകുന്നതാണ് മേജർ. ഇതെന്തായിരിക്കും? മൈനർ ആയിരിക്കും. ഇതാണ് സൈഡ്സ് ഓഫ് റൂൾ. അപ്പോൾ റൂള് പറയുന്നത് എങ്ങനെയാണ്? ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ടേക്സ് പ്ലേസ് ഫ്രം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ സൈഡ്. ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ടേക്സ് പ്ലേസ് ഫ്രം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ സൈഡ്. ഒന്നും കൂടെ, ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ടേക്സ് പ്ലേസ് ഫ്രം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ സൈഡ്. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് കൂടുതൽ കാർബൺ വരുന്ന സൈഡിൽ നിന്നായിരിക്കും ഹൈഡ്രജൻ പോകുന്നത്. അത് മേജറും മറ്റേത് മൈനറും ആയിരിക്കും. 2 പ്രൊഡക്റ്റ് കിട്ടും, ഒന്നല്ല 2 എണ്ണവും കിട്ടും, പക്ഷെ അതിലൊന്ന് മേജറും ഒന്ന് മൈനറും ആയിരിക്കും. മനസ്സിലാക്കി വെച്ചോണേ. ഓക്കെ, ഇതാണ് ആൽക്കഹോളിക് AOH. 1ാമത്തെ ആളാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ആൽക്കഹോളിക് AOH, ഒത്തിരി വട്ടം. റൂൾ ചിലപ്പം സൈഡ്സ് ഓഫ് റൂൾ ചോദിക്കാം, എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് എഴുതണം. ഇത് സൈഡ്സ് ഓഫ് റൂളിൻ്റെ ഒരു എക്സാമ്പിളാണ്, അത് എക്സാമ്പിളിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ്സ് ഓഫ് റൂൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതേണക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം ആൽക്കഹോളിക് AOHനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2ാമത്തത് അക്വസ് AOH. ഈ അക്വസ് AOH എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ സാധനമാണ്. ഒരു റൂളും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഹാലജനെ മാറ്റിയിട്ട് പകരം OHനെ കൊടുക്കും. അക്വസ് AOH ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ആരോയ്ക്ക് മുകളിൽ അക്വസ് AOH ആണെങ്കിൽ ഹാലജനെ മാറ്റോ OHനെ കൊടുക്കുക. എന്ന് പറഞ്ഞേ, CH3 CH2 Cl മാറ്റിയിട്ട് OHനെ കൊടുക്കുക. CH3 CHBr സിംഗിൾ ബോണ്ട് CH2 CH3 പ്ലസ് അക്വസ് AOH. ഇവിടെ ആൽക്കഹോളിക് AOH വരുമ്പോൾ 2 പ്രൊഡക്റ്റ് കിട്ടുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. സെയിം ആണ് ഇത് രണ്ടും. 2 പ്രൊഡക്റ്റ് കിട്ടുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞു. പക്ഷെ അക്വസ് AOH ആണെങ്കിൽ അങ്ങനെ ആരും പോകത്തൊന്നുമില്ല. Br മാറി പകരം ആര് വരും? OH വരും. ഒന്ന് പറഞ്ഞേ, CH3 CHOH സിംഗിൾ ബോണ്ട് CH2 CH3. ഇതാണ് ആദ്യത്തെ 2 പേര്, ആൽക്കഹോളിക് AOHും അക്വസ് AOH. നമ്മൾ വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 2 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർഡ് ആണ്. ആൽക്കഹോളിക് AOHും അക്വസ് AOH ആദ്യത്തെ 2 എണ്ണം. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. അപ്പോൾ അത് 2 എണ്ണം ക്ലിയർ ആയി. ഇനി ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പഠിക്കണം, എഴുതണം, വേറെ കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചോണം. സൈഡ്സ് ഓഫ് റൂള് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അക്വസ് AOH ആയിട്ട് റൂളിനൊരു ബന്ധമില്ല, ആൽക്കഹോളിക് AOHുമായിട്ടാണ് ഈ റൂളെല്ലാം വരുന്നത്. ഓക്കെ, അടുത്തത് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളത് കേട്ട് തഴമ്പിച്ച ആളാണ്. സോഡിയം ഡ്രൈഇഥർ, മഗ്നീഷ്യം ഡ്രൈഇഥർ. സോഡിയവും ഡ്രൈഇഥറും മഗ്നീഷ്യം ഡ്രൈഇഥർ. ആദ്യം ആൽക്കഹോളിക് AOH അക്വസ് AOH പറഞ്ഞു കഴിഞ്ഞു. സോഡിയം ഡ്രൈഇഥറും മഗ്നീഷ്യം ഡ്രൈഇഥർ. ഇതിൽ കൂടുതൽ ചോദിക്കുന്നത് സോഡിയം ഡ്രൈഇഥറാണ്. മഗ്നീഷ്യം ഡ്രൈഇഥർ ചോദിച്ചിട്ടില്ലെന്നല്ല, രണ്ടും ഏകദേശം ഒരേ രീതിയിൽ ഇരിക്കുന്നതാണ്, രണ്ടും ഒരുമിച്ചെടുത്തത്. സോഡിയം ഡ്രൈഇഥറും മഗ്നീഷ്യം ഡ്രൈഇഥർ. എന്താണ് സോഡിയം ഡ്രൈഇഥർ, എന്താണ് മഗ്നീഷ്യം ഡ്രൈഇഥർ? സോഡിയം ഡ്രൈഇഥർ ആണെങ്കിൽ നമുക്ക് 3 രീതിയിൽ ക്വസ്റ്റ്യൻ വരും.
അതിലൊന്ന് CH3Cl സോഡിയം ഡ്രൈതർ. ഓക്കെ, ബെൻസീൻ റിങ്ങിനകത്ത് Cl, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് C6H5Cl. ഇത് രണ്ട് സെയിം ആണ്. സോഡിയം ഡ്രൈതർ. അടുത്തത് C6H5Cl പ്ലസ് CH3Cl സോഡിയം ഡ്രൈതർ. മൂന്നെണ്ണം. പല രീതിയിൽ ചോദിക്കാം. എന്തോ ആയാലും ഇത് നമ്മുടെ സോഡിയം ഡ്രൈതർ ആണെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്, വുഡ്സ് റിയാക്ഷനാണ്. സോഡിയം ഡ്രൈതർ ആണെങ്കിൽ അത് വുഡ്സ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രോ കാർബണിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വുഡ്സ് റിയാക്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കണം, റിങ് വരാൻ പാടില്ല. ഇവിടെ നോക്കി, CH3 റിങ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വുഡ്സ് റിയാക്ഷനാണ്. വുഡ്സ് റിയാക്ഷൻ ഞാൻ ആരോഗ്യ താഴെ എഴുതാം. വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ. എന്നാൽ സോഡിയം ഡ്രൈതർ തന്നെ വുഡ്സ് റിയാക്ഷനാണ്. പക്ഷേ റിങ് ആണ് വരുന്നതെങ്കിൽ അത് പിന്നെ വുഡ്സ് റിയാക്ഷൻ അല്ല. അതിന് റിങ് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഫിറ്റിക് റിയാക്ഷൻ എന്നാണ്. വുഡ്സ് റിയാക്ഷൻ കണക്ക് തന്നെയാണ് ഈ പ്രോഡക്റ്റ് എഴുതുന്നത്, പക്ഷേ റിയാക്ഷൻ്റെ പേര് മാറും, ഫിറ്റിക് റിയാക്ഷൻ. ഇവിടെ നോക്കേ, ബെൻസീൻ റിങ്ങും ഉണ്ട്, കാർബണിൻ്റെ ചെയിനും ഉണ്ട്, രണ്ടും ഉണ്ട്. കണ്ടോ, ബെൻസീൻ റിങ്ങും ഉണ്ട്. ബെൻസീൻ റിങ് മാത്രമാണെങ്കിൽ ഫിറ്റിക് റിയാക്ഷൻ, ചെയിൻ മാത്രമാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ബെൻസീൻ റിങ്ങും ചെയിനും കൂടെ വന്നാലോ രണ്ടും കൂടെ കമ്പൈൻഡ് ആവും. അതിനെ വിളിക്കുന്ന പേര് വുഡ്സ് ഫിറ്റിക്. ഈ മൂന്നെണ്ണം, ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എല്ലാത്തിലും ഒരേ കണക്ക് തന്നെ റിയാക്ഷൻ എഴുതുന്നത്, മാറ്റമൊന്നുമില്ല. ഹാലജനെ മാറ്റുന്നു, എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്യുന്നു. ഹാലജനെ മാറ്റുന്നു, എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്യുന്നു. ഹാലജനെ മാറ്റുന്നു, എടുത്തേക്കുന്ന ആളെ കമ്പൈൻ ചെയ്യുന്നു. ഒരുമിച്ച് എഴുതും. പറയട്ടെ, ഹാലജനെ മാറ്റുന്നു, എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. CH3 എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്ത് CH3. ഹാലജനെ മാറ്റുന്നു, എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്യുന്നു. ബെൻസീൻ റിങ് ചരിച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ബെൻസീൻ റിങ്, വീണ്ടും ഒരു ബെൻസീൻ റിങ്, എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ കിടക്കുന്ന ആൾ ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ഇവിടെ ഹാലജനെ മാറ്റുന്നു, കമ്പൈൻ ചെയ്യുന്നു. അതായത് ഇതും ഇതും കൂടെ ഈ ഹാലജൻ മാറിയ പൊസിഷനുകൾ തമ്മിൽ ജോയിൻ ആവും. ബെൻസീൻ റിങ്ങിന് മുകളിൽ CH3. കണ്ടോ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇടാൻ ബോർഡിലോട്ട് നോക്കിക്കേതാ, CH3CH2Cl സോഡിയം ഡ്രൈതർ. എന്തായിരിക്കും പ്രൊഡക്റ്റ്? ഇത് ഏത് റിയാക്ഷനാണ്? ഇത് റിങ് അല്ല, ചെയിൻ മാത്രമാണ്, വേറൊന്നുമില്ല, ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വുഡ്സ് റിയാക്ഷനാണ്. ഇതിനെ മാറ്റിയിട്ട്, ഹാലജനെ മാറ്റിയിട്ട് എടുത്തേക്കുന്ന ആളെ റിപ്പീറ്റ് ചെയ്യുക. എടുത്തേക്കുന്ന ആളാരാ? CH3CH2. ഇതിനെയാണ് നമ്മൾ എടുത്തത്. ഇതിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഇത് ഇങ്ങോട്ടിടുക, ഇങ്ങനെ കിടക്കുന്ന ആളെ ഇങ്ങനെ ഇടുക. അപ്പം ഇത് CH3CH2 ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആദ്യം ആര് വരും? CH2, പിന്നെ വരത്തുള്ള ആര്? CH3. സോ CH2CH3 വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, ഇതൊറ്റ റിയാക്ഷനേ ഉള്ളൂ കേട്ടോ. ഇത് ഡൈഫിനൈലാണ്. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ക്ലോറോ ബെൻസീനെ ഡൈഫിനൈലാക്കുക, അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനെ. ഇവിടെ ബ്രോമിൻ വന്നാൽ ഏതായാലും സോഡിയം ഡ്രൈതറും തന്നെ എടുക്കുന്നത്. രണ്ട് ബെൻസീൻ റിങ് റിപ്പീറ്റ് ചെയ്യില്ല. ഡൈഫിനൈൽ നമ്മൾ 2 ബെൻസീൻ റിങ് വരണം. അങ്ങനെ 2 ബെൻസീൻ റിങ് വേണമെങ്കിൽ ഈ ബെൻസീൻ റിങ് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുന്നത് വുഡ്സ് റിയാക്ഷൻ്റെ കേസിലാണ്. അപ്പം പലപ്പോഴും നമുക്ക് കൺവേർഷൻ മാത്രമേ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ചാപ്റ്ററിൽ ചോദിക്കുന്ന കൺവേർഷൻ, മെയിനായിട്ട് ചോദിക്കുന്ന കൺവേർഷൻ നമ്മൾ എടുത്ത് പറയും. അപ്പം സോഡിയം ഡ്രൈതറാണെങ്കിൽ വുഡ്സ് റിയാക്ഷനാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അത് റിങ്ങിലാണെങ്കിൽ അത് ഫിറ്റിക് റിയാക്ഷനായിട്ട് മാറും. ദെൻ റിങ്ങും ചെയിനും ഉണ്ടെങ്കിൽ അത് വുഡ്സ് ഫിറ്റിക്കാവും. അപ്പോൾ ഇവിടെ ഈ ഒരൊറ്റ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടുമാണ് നമുക്ക് മാറ്റിയും തിരിച്ചും ചോദിക്കുന്നത്. ഓക്കെ, ഇതാ നോക്കേ, ഇതുണ്ടോ സോഡിയം ഡ്രൈതർ. അപ്പോൾ ഇത് വുഡ്സ് റിയാക്ഷനോ ഫിറ്റിക് റിയാക്ഷനോ വുഡ്സ് ഫിറ്റിക്കോ ആണ്. ബെൻസീൻ റിങ്ങും ഉണ്ട്, ചെയിനും ഉണ്ട്. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? വുഡ്സ് ഫിറ്റിക്കാണ്. റിങ് മാത്രമാണെങ്കിൽ ഫിറ്റിക്ക്, ചെയിൻ മാത്രമാണെങ്കിൽ വുഡ്സ്, രണ്ടും കൂടെ ചേർന്നാൽ വുഡ്സ് ഫിറ്റിക്ക്. നിങ്ങൾ ചെയ്യേണ്ടത് ഹാലജനെ രണ്ടും മാറ്റുക, എന്നിട്ട് അവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഈ ഹാലജൻ പോയ 2 പൊസിഷനും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും?
ബെൻസീൻ റിങ്. ഇവിടെ ഹാലജൻ പോയ പൊസിഷൻ ഇതാണ്. ഇവിടെ ഹാലജൻ പോയത് CH2 കയ്യിൽ നിന്നാണ്. അപ്പോൾ CH2 അവിടെ എഴുതുക. CH2 കൂടെ ആരുണ്ട്? CH3. ഹാലജൻ പോയ കാർബണുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ഇതാണ് 3 റിയാക്ഷൻ. ഇത് സ്ഥിരം എന്ന് വെച്ചാൽ 100% ഷുവറാണ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക്. സോഡിയം ട്രൈതറാണ് റിയേജൻറ്റ്. അത് ചെയിൻ മാത്രമാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ, റിങ് മാത്രമാണെങ്കിൽ ഫിറ്റിക് റിയാക്ഷൻ, ചെയിനും റിങ്ങും കൂടെ ആണെങ്കിൽ വുഡ്സ് ഫിറ്റിക്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇതേ റിയാക്ഷൻ തന്നെ മഗ്നീഷ്യം ട്രൈതർ ആയിരുന്നെങ്കിലോ, സോഡിയം ട്രൈതർ ആണെങ്കിൽ നമ്മൾ കണ്ടു, മഗ്നീഷ്യം ട്രൈതർ ആയിരുന്നെങ്കിലോ നോക്കാം നമുക്ക്. CH3Cl Mg ട്രൈതർ, മഗ്നീഷ്യം ട്രൈതറാണ്. ഇതിനെ C6H5 ഒന്ന് എഴുതാം കേട്ടോ. Cl + Mg ട്രൈതർ. ഈ കേസിൽ മഗ്നീഷ്യം ട്രൈതർ ആണെങ്കിൽ ഹാലജനുമായിട്ട് റിപ്പീറ്റ് ഒന്നും ചെയ്യേണ്ട. സോഡിയം ട്രൈതർ ആണെങ്കിൽ ഹാലജനുമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, ചേർക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഈ കാർബണിൻ്റെയും ഹാലജൻ്റെ ഇടയ്ക്ക് മഗ്നീഷ്യം കയറും. ഇതെങ്ങനെ കിട്ടും? CH3MgCl. 2 പേർക്ക് ഇടയ്ക്ക് മഗ്നീഷ്യം കയറും. ഇവിടെയും 2 പേർക്ക് ഇടയ്ക്ക് മഗ്നീഷ്യം കയറും. ഒന്ന് പറഞ്ഞേ, ബെൻസീൻ റിങ് അല്ലേ, MgCl. 2 പേർക്ക് ഇടയ്ക്ക് മഗ്നീഷ്യം കയറും. അതാണ് മഗ്നീഷ്യം ട്രൈതർ. അപ്പോൾ സോഡിയം ട്രൈതർ ആണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ ഫിറ്റിക്ക്, വുഡ്സ് ഫിറ്റിക്ക്. മഗ്നീഷ്യം ട്രൈതർ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മഗ്നീഷ്യത്തെ കയറ്റുക. ഇതാണ് 2 എണ്ണം. അടുത്ത 2 എണ്ണമായ സ്ഥിരം ചോദിക്കുന്നതാണ്, നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയം ട്രൈതറും മഗ്നീഷ്യം ട്രൈതറും. ഇതിൻ്റെ സ്മെല്ലടിക്കും തോറും ഇങ്ങനെ ചുമ കൂടിക്കൊണ്ടിരിക്കും. കാരണം ആ മാർക്കറിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഓക്കെ, അപ്പം സോഡിയം ട്രൈതറും മഗ്നീഷ്യം ട്രൈതറും. ഇനി നമുക്ക് വരുന്നത്, അപ്പം നമ്മൾ കുറേ എണ്ണം എഴുതി കഴിഞ്ഞു. ഇനി ഞാനൊരു ഇടയ്ക്കൊരു കാര്യം പറയാം. SN1 ആൻഡ് SN2 റിയാക്ഷൻ. നമ്മളിത് ഓൾറെഡി ക്ലാസ്സിലെടുത്തതാണ്. SN1 SN2. SN1 എന്ന് പറയുന്നത് യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. SN2 എന്ന് പറയുന്നത് ബൈമോളിക്കുലാർ ആണ്. SN1 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒറ്റ ഒരാൾ മാത്രമേ ഇൻക്ലൂഡ് ആവുന്നുള്ളൂ. SN2 2 പേരുണ്ട്. റേറ്റ് ഡിറ്റർമിനന്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ്. 2 പേരും വരും. ഇവിടെ 2 സ്റ്റെപ്പിലായിട്ട് നടക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഓർഡർ പിന്നെ അതിൻ്റെ ടെർഷറി സെക്കൻഡറി പ്രൈം അതില്ലേ, മൊത്തത്തിലൊന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കാം. മൊത്തം SN1 SN2 കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചിട്ടേ പോയി. വിത്ത് എക്സാമ്പിൾ SN1 എഴുതാൻ പറ്റണം, SN2 എഴുതാൻ പറ്റണം. ഓക്കെ, അത് രണ്ടും ക്ലാസിഫിക്കേഷൻ പഠിക്കാം ആദ്യം. പിന്നെ SN1 എന്താണെന്ന് മാത്രം എഴുതാൻ പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. നിങ്ങൾ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ SN1 SN2 എന്തായാലും പഠിച്ചിട്ടേ പോകാം. സോ പിന്നെ നമുക്ക് വരുന്നത് നെയിംഡ് റിയാക്ഷൻസ് ആണ്. സാൻമേസ് റിയാക്ഷൻ ഉണ്ട്, ഗട്ടർമാൻ ഉണ്ട്, ഫിംഗൽസ്റ്റീൻ ഉണ്ട്, സ്വാർട്സ് ഉണ്ട്. 4 എണ്ണം. ബാക്കി നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ പഠിക്കും. സാൻമേസ്, പിന്നെ ഗട്ടർമാൻ, ഫിംഗൽസ്റ്റെയിൻ, ദെൻ സ്വാർട്സ്. 4 എണ്ണം. പിന്നെ ഫിറ്റിക് ഉണ്ട്, വുഡ്സ് ഫിറ്റിക്ക്, വുഡ്സ് റിയാക്ഷൻ. അത് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് വില്യംസൺ ഇതർ സിന്തസിസ് ഉണ്ട്, ഹൺസ്ലിക്കർ റിയാക്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തതാണ്. പിന്നെ വില്യംസൺ ഇതർ സിന്തസിസ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈതറിൻ്റെ കേസിൽ പിന്നെ ഇത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് അവിടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഇത് 4 എണ്ണം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് സാൻമേസ് റിയാക്ഷൻ. സാൻമേസും ഗട്ടർമാനും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളിൽ നിന്നാണ്. ഇതിനെ N2+X-, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബെൻസീൻ ഡയസോണിയം സാൾട്ട് എടുക്കുന്നു. ഇത് ഉണ്ടാകുന്നതാണ് രസം. ഇതുണ്ടാകുന്ന അനിലീനിൽ നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കൺവേർഷൻ ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അനിലീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കൺവേർഷൻ ചോദിക്കുന്നത്. അനിലീനെ നമ്മൾ HNO2 അല്ലെങ്കിൽ NaNO2/HCl ഇത് 2 കൂടെ ചേർത്തിട്ടാണ് HNO2 എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് കൊടുക്കുമ്പോഴാണ് അനിലീൻ ഇതായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്.
ഇനി ഇതിനകത്തോട്ട് നമ്മൾ Cu2x2 കുപ്രസ് ഹാലൈഡ് അല്ലെങ്കിൽ Cu പൗഡർ, കോപ്പർ പൗഡർ. Cu2x2 കൊടുത്തു കഴിഞ്ഞാൽ, കുപ്രസ് ഹാലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സാൻമേസ് റിയാക്ഷൻ. എന്നാൽ കോപ്പർ പൗഡർ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഗട്ടർമാൻ റിയാക്ഷൻ. അതിൽ സാൻമേസ് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ റിങ്ങിന് മുകളിൽ എക്സ് വരും. നമ്മളിവിടെ ഏത് എക്സ് ആണോ എടുക്കുന്നത് ആ എക്സ് ബെൻസീൻ റിങ്ങിന് മുകളിൽ വരും. ഓക്കെ, കോപ്പർ പൗഡർ എടുക്കുകയാണെങ്കിൽ ബെൻസീൻ റിങ്ങിന് മുകളിൽ എക്സ് തന്നെ വരും. പക്ഷേ കോപ്പർ പൗഡർ എടുത്താൽ അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഗട്ടർമാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സാൻമേസും ഗട്ടർമാനും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈസോണിയം സാൾട്ടിൽ നിന്നാണ്. ആ ഡൈസോണിയം സാൾട്ട് ഉണ്ടാകുന്ന അനിലീനിൽ നിന്നാണ്. അപ്പോൾ അനിലീൻ HNO2 NaNO2 + HCl ഇതിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ HNO2 എന്ന് വിളിക്കുന്നത്. HNO2മായിട്ട് റിയാക്ട് ചെയ്യുന്നു, ബെൻസീൻ ഡൈസോണിയം സാൾട്ടായിട്ട് മാറുന്നു. then അതിനുശേഷം അത് സാൻമേസ് റിയാക്ഷൻ Cu2x2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാൻമേസ് റിയാക്ഷൻ, കോപ്പർ പൗഡറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഗട്ടർമാൻ റിയാക്ഷൻ. സാൻമേസ് റിയാക്ഷൻ നമുക്ക് ഹാലോബെൻസിൻ കിട്ടും, ഗട്ടർമാൻ റിയാക്ഷനിലും ഹാലോബെൻസിൻ കിട്ടും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതായിരിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അനിലീനെ എങ്ങനെ ക്ലോറോബെൻസീൻ ആക്കാം? അതായത് എക്സിന് പകരം ക്ലോറിൻ വരും. അനിലീനെ എങ്ങനെ ക്ലോറോബെൻസീൻ ആക്കാം? അപ്പോൾ ആദ്യം അനിലീനെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആക്കണം. എന്നിട്ട് അതിനുശേഷം അതിന് എന്താക്കണം? സാൻമേസ് റിയാക്ഷൻ എക്സിന് പകരം Cu2 ക്ലോറിൻ അല്ലേ വരണ്ട, അപ്പോൾ ഇവിടെ എക്സിന് പകരം ക്ലോറിൻ കൊടുക്കുക, ക്ലോറോബെൻസീൻ. അല്ലെങ്കിൽ Cu പൗഡർ എടുക്കുക, ക്ലോറിൻ കൊടുക്കുക. ഇതാണ് സാൻമേസും ഗട്ടർമാനും. ഡെഫിനിഷനായിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എക്സാമിന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് സാൻമേസും ഗട്ടർമാനും. ഓക്കെ, കൺവേർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ കൺവേർഷനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ കൺവേർഷൻ കാണാവൂ. കാരണം ഇവിടെയാണ് നമ്മൾ ഓർഗാനിക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം കൺവേർഷൻ എടുക്കുന്ന സമയത്ത് കൺവേർഷൻ ഞാൻ പറയും ഇന്ന കണക്കാണ്, അപ്പോൾ ഇന്ന റിയാക്ഷനാണ്, ഇന്ന നിങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഞാൻ പറയാം, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ കൺവേർഷൻ ചെയ്യുക. ആദ്യം ഞാൻ പറയാം, അത് കൺവേർഷൻ എടുക്കുമ്പോഴത്തേക്ക് പറയാം. പിന്നെ രണ്ടെണ്ണം ഫിംഗൽസ്റ്റീനും സ്വാർട്സും. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ്, RX. ഈ എക്സ് എന്ന് പറയുന്ന ആൾ ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. ഈ എക്സ് എന്ന് പറയുന്ന ആൾ ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും. ഇതിൽ നിന്നാണ് നമ്മുടെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് സോഡിയം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും, NaI. അപ്പം ഈ എക്സ് മാറി I വരും, RI. അതായത് ആൽക്കൈൽ അയഡൈഡ് കിട്ടും. ഇനി ഇത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഇനി അടുത്തത് സ്വാർട്സ് റിയാക്ഷനകത്ത് നമ്മൾ CO SbF3 SbF5 COF2 കോക്കോബാൾട്ടിൻ്റെ ഫ്ലൂറൈഡ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് എക്സ് മാറി ഫ്ലൂറിൻ വരും. വിളിക്കുന്ന പേര് ആൽക്കൈൽ ഫ്ലൂറൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്താൽ CH3 CH2 Cl CH3 CH2 F ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്ത് റിയേജൻറ്റ് ഞാൻ എടുക്കണം? റിയാക്ഷൻ്റെ പേരെന്തുവാണ്? അപ്പോൾ നിങ്ങൾ നോക്കുക, CH3 CH2 അതിന് മാറ്റമില്ല. ക്ലോറിൻ മാറി ഫ്ലൂറിൻ വന്നു, ക്ലോറിനോ ബ്രോമിനോ മാറി ഫ്ലൂറിൻ വന്നു. ഏത് റിയാക്ഷൻ? സ്വാർട്സ് റിയാക്ഷൻ. നമുക്ക് ക്ലോറിൻ മാറി എങ്ങനെയുണ്ടാകും? ബ്രോമിൻ മാറി അയഡിൻ വന്നു, ക്ലോറിനോ ബ്രോമിനോ മാറി അയഡിൻ വന്നു. ആൽക്കൈൽ അയഡൈഡ്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ സോഡിയം അയഡൈഡ്. ഇതാണ് പഠിച്ചു വെക്കണം, അല്ലാതെ റിയാക്ഷൻ കാണാതെ പഠിച്ചു വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് 4 നെയിംഡ് റിയാക്ഷനാണ്: സാൻമേസ്, ഗട്ടർമാൻ, ദെൻ ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്. ഓക്കെ, ഇനിയാണ് 4 റിയേജൻറ്റ്. ഒന്ന് PCl3, PCl5, SOCl2, X2 റെഡ് ഫോസ്ഫറസ്. ഇതിലേത് വന്നാലും ക്ലോറിൻ റെഡ് ഫോസ്ഫറസ് ആണ് കുറച്ചും കൂടെ നല്ലത്. ഈ ക്ലോറിൻ റെഡ് ഫോസ്ഫറസ് നിങ്ങൾ ഇനിയും കാണുമേ.
അത് പക്ഷെ നമ്മൾ കാണുന്നത് എന്താ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് HBZ റിയാക്ഷനിലാണ്. അത് വിട്ടുപോരുത്. ഇവരിൽ ആര് വന്നാലും ROH, ഇവരിൽ ആര് വന്നാലും നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. OH മാറ്റിയിട്ട് Cl കൊടുക്കുക. ഇവരാര് വന്നാലും നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ഇവരിൽ ആര്, PCl5 PCl3 SOCl2 X2 ബാർ റെഡ് ഫോസ്ഫറസ്, ഇവരിൽ ആരെ കണ്ടാലും ക്വസ്റ്റ്യനകത്ത് OH കാണും. OH മാറ്റിയിട്ട് Cl കൊടുക്കുക. ആ OH അങ്ങോട്ട് മാറ്റിയിട്ട് പകരം അങ്ങോട്ട് Cl കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, CH3 CH2 OH പ്ലസ് PCl3. എന്ത് ചെയ്യേണ്ട? കണ്ണുടത്തോടെ ആൻസർ എഴുതിക്കുക. OH മാറ്റിയിട്ട് Cl കൊടുക്കുക. CH3 CH2 ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എത്തനോളിനെ എങ്ങനെ ക്ലോറോ ഈഥേനാക്കാം? അയ്യോ, കൺവേർഷൻ ഞങ്ങൾക്ക് പാടാണ് സാർ. എത്തനോളിനെ എങ്ങനെ ക്ലോറോ ഈഥേനാക്കും, ഇങ്ങനെ കൺവേർഷൻ ചെയ്യും സാർ. നിങ്ങളിപ്പോൾ ചെയ്ത് ഇതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇതെന്തോ ഇത് എത്തനോളാണ്. 2 കാർബൺ വരുന്ന OH എത്തനോള്. ഇതെന്തുവാ? ക്ലോറോ ഈഥേൻ. എത്തനോളിനെ എങ്ങനെ ക്ലോറോ ഈഥേനാക്കുന്നത്? PCl3 മായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി, PCl3. അപ്പോൾ നമ്മളിത് കാണുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യം തന്നെ ആയിരിക്കും. അത് കൺവേർഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം എങ്ങനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണോ. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. ഇതാണ് റിയാക്ഷൻ. ഇത്രയും മാത്രം മതി നമ്മുടെ ഹാലോ ആൽക്കീൻസിലും ഹാലോറീൻസിലും, വേറൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ ഹാലോ ആൽക്കീൻസിലും ഹാലോറീൻസിലും നമ്മൾ ഇതേവരെ പറഞ്ഞ കാര്യങ്ങൾ അക്കൗട്ട് എഴുതാൻ പോവാണ്. എല്ലാം ഓർത്ത് വെച്ചേക്കുക, പഠിക്കുക. ഒന്നാമത് പഠിച്ചത് ആൽക്കഹോളിക് KOH, അക്വസ് KOH. ഓർമ്മയിൽ വരണം. 2 സോഡിയം ഡ്രൈതർ, മഗ്നീഷ്യം ഡ്രൈതർ. ഓർമ്മയിൽ വന്നോ? സോഡിയം ഡ്രൈതറും മഗ്നീഷ്യം ഡ്രൈതറും. മൂന്നാമത് പറഞ്ഞത് SN1 ആൻഡ് SN2. ഓർമ്മയിൽ വന്നോ? SN1 SN2. നാലാമത് പറഞ്ഞത് ഫിംഗൽസ്റ്റെയിൻ, സ്വാർട്സ് റിയാക്ഷൻ, ദെൻ ഗട്ടർമാൻ, സാൻമേസ്. അഞ്ചാമത് പറഞ്ഞത് PCl3, PCl5, SOCl2, X2 ബാർ റെഡ് ഫോസ്ഫറസ്. ഇത്രയും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഇത്രയും ആൾക്കാർ, ഇത്രയും കാര്യങ്ങൾ. ആൽക്കഹോളിക് KOH, അക്വസ് KOH. ആൽക്കഹോളിക് KOH ആകുമ്പോൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ, ഹൈഡ്രജനും പോവും, ഹാലജൻ ബീറ്റാ ഹൈഡ്രജൻ എലിമിനേഷനാണ്. ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. തൊട്ടടുത്ത് 2 കാർബൺ ഉണ്ടെങ്കിൽ 2 പ്രൊഡക്റ്റ് കിട്ടും. അതിലൊന്ന് മേജർ ഒന്ന് മൈനറും ആയിരിക്കും. റൂൾ സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. അക്വസ് KOHൽ ഒന്നുമില്ല, ഹാലജനുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. സോഡിയം ഡ്രൈതർ, അത് നേരെ ഇരിക്കുന്നതിലാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ റിപ്പീറ്റ് ചെയ്യുക. റിങ്ങിലാണെങ്കിൽ ഫിറ്റിക് റിയാക്ഷൻ, റിങ്ങിനെ റിപ്പീറ്റ് ചെയ്യുക. ഒറ്റൊരെണ്ണം പഠിക്കാനുള്ളൂ, ഡൈഫിനിൽ വരുന്ന കേസ് മാത്രം. വുഡ്സ് ഫിറ്റിക് ആണെങ്കിൽ ഒരെണ്ണം റിങ്ങും ഒരെണ്ണം ചെയിനും ആയിരിക്കും. 2 പേരെ മാറ്റി കമ്പൈൻ ചെയ്യിപ്പിക്കുക. ആ ക്ലോറിൻ പോയ സ്ഥലങ്ങൾ വേണം ജോയിൻ ചെയ്യിപ്പിക്കുക. മഗ്നീഷ്യം ഡ്രൈതർ, അതൊന്നുമില്ല, 2 പേർക്കിടയിൽ മഗ്നീഷ്യം കൊടുക്കണം. SN1 SN2. ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ ക്ലോറിനെയോ ബ്രോമിനെയോ അയഡിനാക്കി മാറ്റാൻ. ക്ലോറിൻ ബ്രോമിൻ മാറി അയഡിൻ വരുന്നു. സ്വാർട്സ് റിയാക്ഷൻ ക്ലോറിനെയോ ബ്രോമിനെയോ ഫ്ലൂറിനാക്കണം. ഗട്ടർമാൻ റിയാക്ഷൻ മറ്റേ ബെൻസീറിങ്ങിന് മുകളിൽ ഹാലജൻ വരുന്നു. അത് മറ്റേ ഡയസോണിയം സാൾട്ടി എന്നൊക്കെ വരുന്ന അത് തന്നെ. സാൻമേസോ അത് തന്നെ. ഓക്കെ. PCl3, PCl5, SOCl2, X2 റെഡ് ഫോസ്, ഇവരെല്ലാം ആരായിരുന്നു? OH മാറ്റി Cl കൊണ്ടുവരുന്ന ആൾക്കാർ. മതി. ഇതാണ് ഹാലോ ആൽക്കീൻസിലും ഹാലോറീൻസിലും നമുക്ക് പഠിക്കാനുള്ളത്. കോൺഫിഡൻ്റ് ആയോ? ഹാലോ ആൽക്കീൻസും ഹാലോറീൻസും ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡി ആയിക്കോണം.